കൂട്ടുകാരെ ക്ഷണിക്കുന്നു. നന്ദി കൂട്ടുകാരെ. അടുത്തതായി ഭാരതീയരായ നാം ഒരേ മനസ്സോടെ ചൊല്ലുന്ന നമ്മുടെ സ്കൂൾ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചൊല്ലുന്നതിനായി വിശേഷങ്ങളും വെല്ലുവിളികളാണ് പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വനനശീകരണം. വനങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. എന്നാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി വ്യാപകമായ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഇത് മഴയുടെ അളവ് കുറയ്ക്കുകയും മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുകയും ജീവജാലങ്ങളുടെ വംശനാശത്തിനും കാരണമാകുന്നു. വ്യാവസായ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും രാസവസ്തുക്കളും ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നത് മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യുന്നു. പ്ലാസ്റ്റിക് മണ്ണിലും ജലത്തിലും ദീർഘകാലം നിലനിൽക്കുന്നതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. പരിസ്ഥിതി സംരക്ഷണം ഭാവി തലമുറയ്ക്കുള്ള ഉത്തരവാദിത്തമാണ്. ഇന്ന് നാം പ്രകൃതിയെ നശിപ്പിച്ചാൽ നാളത്തെ തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഭൂമി ലഭിക്കുകയില്ല. അതിനാൽ പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക, സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുണ്ട്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുക, ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പരിസ്ഥിതി മനുഷ്യന്റെ ജീവന്റെ അടിസ്ഥാനമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ മനുഷ്യന്റെ നിലനിൽപ്പ് അസാധ്യമാണ്. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ദിനമാണ്. പ്രകൃതിയെ സംരക്ഷിക്കൂ, ഭാവിയെ സംരക്ഷിക്കൂ എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തരും പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കണം. അപ്പോൾ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭൂമി നമുക്ക് കൈമാറാൻ കഴിയൂ. എല്ലാവർക്കും ശുഭം. കൂട്ടുകാരെ, മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ട് നമ്മുടെ മനസ്സും അതുപോലെ മനസ്സും എത്രത്തോളം മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കലാരൂപം അടുത്തതായി അരങ്ങേറുകയാണ്. കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ചെറിയ പ്രസംഗത്തിൽ ഒതുങ്ങേണ്ടത്. മിടുക്കൻ, നിങ്ങൾ നടുന്ന ഓരോ തൈയും ഞങ്ങൾക്കുള്ള പുതിയ ജീവശ്വാസമാണ് നൽകുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കില്ല. കടയിൽ പോകുമ്പോൾ തുണിസഞ്ചികൾക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു തയ്യം നൽകും. പ്ലാസ്റ്റിക് മുക്ത ഭാരതം, ഹരിതാപമായ നാട്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒന്നായി കൈകോർക്കാം, ഭൂമിയെ കാത്തുരക്ഷിക്കാം. എടുക്കാം. ചൊല്ലുന്നതിനായി 9 ബിയിലെ പവിത്രയെ ക്ഷണിക്കുന്നു. മാലിന്യം സ്കൂളിലും പൊതു ഇടങ്ങളിലും വലിച്ചെറിയില്ല. മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യും. വീട്ടിലെ മാലിന്യം തരംതിരിച്ച് പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറ്റം ചെയ്യും. ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കും.
മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കില്ല. ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതും അതുവഴി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അടുത്തതായി പ്രകൃതിയുടെ ഭംഗിയും അതിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്ന ഒരു പരിസ്ഥിതി ഗാനം കേട്ടാലോ? ഗാനാലാപനത്തിനായി എക്കോ ക്ലബിലെ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് അസംബ്ലി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് അല്ലേ? എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വളരെ നല്ല ഒരു അസംബ്ലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്കോ ക്ലബിന്റെ ചാർജ് നമ്മുടെ ബിബിൻ സാറിനാണ്. അപ്പോൾ ബിബിൻ സാറിന്റെ കൂട്ടത്തിലെ കുട്ടികള്, നീന ടീച്ചർ എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ പെട്ടെന്നാണ് ഈ അസംബ്ലി ആസൂത്രണം ചെയ്ത് ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഇന്നത്തെ ഈ വർഷത്തെ ഒരു സന്ദേശം, ഈ വർഷത്തെ പരിസ്ഥിതിന്റെ സന്ദേശം നിങ്ങൾക്ക് അറിയാമോ? കാലാവസ്ഥയ്ക്ക് വേണ്ടി. എന്താണ് കാലാവസ്ഥയ്ക്ക് വേണ്ടി? എന്തായിരിക്കും അങ്ങനെ ഒരു സന്ദേശം തിരഞ്ഞെടുക്കാൻ കാരണം? ഇപ്പൊ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് അല്ലെ, ചൂട് നമ്മൾ ഒരുപാട് അനുഭവിച്ചു. വളരെ കഠിനമായ ചൂട് അല്ലെ, സൂര്യതാപം കൊണ്ട് കുറെ ആളുകൾ മരിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ ഇപ്പൊ കാലാവസ്ഥ പ്രത്യേകത, ചൂടാണെങ്കിൽ കഠിനമായ ചൂട്, മഴയാണെങ്കിൽ മഴ. മുൻപ് ഇങ്ങനെ ആയിരുന്നോ? ഇത് ഇടകലർന്ന് കിട്ടിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കാലാവസ്ഥ ഒരുപാട് മാറുന്നു. ആ കാലാവസ്ഥാ വ്യതിയാനം ഇത്തരത്തിൽ സംഭവിക്കുന്നതിന്റെ കാരണക്കാരാരാ? പക്ഷികളല്ലേ? അല്ലേ? പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ? ആണോ? നമ്മളല്ലേ അതിന്റെ കാരണക്കാര്? അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ വികസനത്തിന്റെ പേര് പറഞ്ഞ്, സുഖലോകയുടെ പേര് പറഞ്ഞ് ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ കാലാവസ്ഥ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാലാവസ്ഥ മാറുമ്പോൾ മനുഷ്യനെ മാത്രമാണോ അത് ബാധിക്കുന്നത്?
ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും അത് ബാധിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ മാറി തുടങ്ങേണ്ടത് ആരാണ്? മാറ്റം വരേണ്ടത് എവിടെ നിന്നാണ്? ഒരു ചെറിയ കഥ ഞാൻ പറയാം കേട്ടോ. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടേതാ. 1-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ കേൾക്കുന്ന, അല്ലെങ്കിൽ UKG LKG കുട്ടികളൊക്കെ കേൾക്കുന്ന ഒരു ചെറിയ കഥ. കുഴപ്പമുണ്ടോ കേട്ടാല്? ഒരു വലിയ കാട്, വലിയ കാട് സങ്കല്പിച്ചോ. ധാരാളം സസ്യങ്ങള്, മൃഗങ്ങള്, പക്ഷികള് ഒക്കെ സുഖമായി അധിവസിക്കുന്ന ഒരു കാട്. ഈ കാട്ടിൽ ഒരു ദിവസം കാട്ടുതീ പടർന്നു പിടിച്ചു. സങ്കല്പിച്ചോ, ഒന്ന് ആലോചിച്ച്. കാടിന്റെ ഒരു ഭാഗത്ത് നിന്ന് തീ പടർന്ന് കാടിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് വരികയാണ്. തീ വരുന്ന വഴിയിലുള്ള സർവ്വതിനെയും വിഴുങ്ങിക്കൊണ്ടിങ്ങനെ വരികയാണ്. കറുത്ത പുക ആകാശത്ത് ഇങ്ങനെ പടരുകയാണ്. ആകാശമൊക്കെ കറുത്തു. അപ്പോ സ്വാഭാവികമായും അതിലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്ത് ചെയ്യും? എന്തിനു വേണ്ടി ശ്രമിക്കും? രക്ഷപ്പെട്ടിട്ടുള്ളവർ, അതായത് തീ ബാധിക്കാത്ത പ്രദേശത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ എന്തിനു വേണ്ടി ശ്രമിക്കും? രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ലേ? അപ്പോ മൃഗങ്ങളും പക്ഷികളും, അതായത് തീയിൽ പെടാത്ത മൃഗങ്ങളും പക്ഷികളും ഒക്കെ കാടിന്റെ അരികിലുള്ള പുഴ കടന്ന് അക്കരേക്ക് പോയി. ഒരു ചെറിയ ജീവി ഉണ്ടായിരുന്നു. ആരെന്നറിയാവോ? ഇല്ല. അതെങ്ങനെ നിങ്ങൾ അറിയുന്നേ? ഒരു കുരുവി. ആ കുരുവിക്ക് ഇത് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അപ്പോ കാട് കാടിനെ എത്തിച്ചിട്ട് അത് കാട്ടിൽ കഴിഞ്ഞവരെല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു. ശരിക്ക് അങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെയോ ആ കത്തുന്ന കാടിനെ രക്ഷിക്കാൻ ശ്രമിക്കണം, അല്ലെ? കുരുവി പോയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച്, വലിയ കാട് കത്തുകയാണ്. വലിയ ആ കാട്ടില് ഒരു ചെറിയ കുരുവിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കുരുവിക്ക് സങ്കടം തോന്നി. പക്ഷെ കുരുവി എന്താ ചെയ്തതെന്നറിയാമോ? അത് പുഴയിലേക്ക് പോയി അതിന്റെ കൊക്കിൽ കുറേശ്ശെ വെള്ളമെടുത്ത് ഈ തീയിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അക്കരെ നിന്നുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആനയും കടുവയും പുലിയും ഒക്കെ ഈ കുരുവിയെ കളിയാക്കി. രക്ഷപ്പെടാനുള്ളതിന് വെറുതെ പാഴ്ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വെറുതെ അല്ലെ? പക്ഷെ ഈ കളിയാക്കിയതൊന്നും കുരുവി ശ്രദ്ധിച്ചില്ല. കുരുവി അതൊന്നും കേട്ടില്ല. അതതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അക്കരെ നിൽക്കുന്ന കൊത്ത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ മനസ്സ് മാറി. അവര് വിചാരിച്ചെന്താണെന്നറിയാമോ? ഈ കുരുവിയോടൊപ്പം നമ്മൾ ആണെങ്കിൽ ശ്രമം കുറച്ച് വിജയിക്കാൻ സാധ്യത ഇല്ല. അങ്ങനെ മൃഗങ്ങൾ ആനയൊക്കെ തുമ്പിക്കൈയും ആനകളൊക്കെ എത്തിക്കൊണ്ട് അങ്ങനെ തീ ശമിപ്പിച്ചു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ചെറിയ തുടക്കം വലിയ മാറ്റത്തിന് കാരണമാകും. ശരി.